നിങ്ങൾ ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കും. തന്റെ വചനങ്ങൾ ഓർക്കുവാൻ ദൈവം നിരന്തരം തന്റെ ജനത്തോട് പറയും. കാരണം നമ്മുടെ ഹൃദയം നമ്മുടെ വഴിക്ക് പോകാൻ ആഗ്രഹിക്കും. നിങ്ങളുടെ ശ്രദ്ധ കർത്താവിലായിരിക്കുമ്പോൾ നിങ്ങൾ ദൈവവചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. സങ്കീർത്തനം 119:6 നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ച് പോവുകയില്ല. നിങ്ങളുടെ കർത്താവിലുള്ള ഏകാഗ്രത നഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ പാപത്തോടുള്ള യുദ്ധം നിങ്ങൾ നിർത്തും. നിങ്ങളുടെ വിവേചിക്കാനുള്ള കഴിവ് നഷ്ടമാകും. ദൈവഹിതം ചെയ്യുന്നതിൽ മന്ദതയുള്ളവരാണ്. നിങ്ങൾ ക്ഷമയില്ലാത്തവരാണ്. ദൈവജനം ദൈവഭക്തിയില്ലാത്ത ആളുകളെ പങ്കാളികളാക്കാൻ ശ്രമിക്കുന്നത് ഈ നാളുകളിൽ പലരിലും നാം കാണും. ഇതിന് കാരണം അവരുടെ ശ്രദ്ധ ദൈവത്തിൽ നിന്നും മാറിയിരിക്കും. സാത്താൻ ഞങ്ങളെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കും. ഒരിക്കൽ മാത്രം ചെയ്യുക, ദൈവം കാര്യമാക്കുന്നില്ല, ദൈവം മനസ്സാന്തരത്തിന് വളരെയധികം സമയം തന്നിട്ടുണ്ട് എന്നില്ല. നാം കർത്താവിലെ ഏകാഗ്രതയുള്ളവരും ശക്തരുമായിരിക്കുകയും വേണം. എന്നാൽ ദൈവത്തിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെ കർത്താവിൽ ശക്തരാകാൻ കഴിയും? ദിനം പ്രതി വചനം ധ്യാനിക്കുക, കേൾക്കുന്നവരായല്ല ചെയ്യുന്നവരായി തീരുക. നിങ്ങൾ ദൈവവചനം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എങ്ങനെ ദൈവിക നിർദ്ദേശങ്ങൾ തിരിച്ചറിയാനാവും? ക്രിസ്തുയേശുവിലൂടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.